ബബ്ബ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബബ്ബ സിനിമയുടെ റിവ്യൂ അല്ല, റെസ്പോൺസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ശരി, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് 6 മണിക്കാണ്. എനിക്ക് അന്നേരമാണ് ടിക്കറ്റ് കിട്ടിയത്. അമ്മാതിരി ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി, 6 മണി വരെ ഇരിക്കാനുള്ളൊരു ക്ഷമയില്ല. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു റെസ്പോൺസ് ഒക്കെ നോക്കി. അപ്പം അതിൽ നിന്ന് റെസ്പോൺസ് എന്താണെന്നുള്ള രീതിക്ക് പറയുന്നൊരു വീഡിയോ ആണ് ഈ വീഡിയോ. പിന്നെ ഈ വീഡിയോ ഞാൻ എന്തിനിടണം, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് റെസ്പോൺസ് കണ്ടാൽ പോരെ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ഒരിക്കലും സ്പോയിലർ എന്നുള്ളൊരു സംഭവം ഞാൻ തരത്തില്ല. എല്ലാം നല്ല രീതിക്ക് ഹൈഡ് ചെയ്തിട്ട് പറയേണ്ട കാര്യം മാത്രമേ പറയത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബബ്ബ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് പക്ക ദിലീപ് ഷോ ആണെന്നാണ് ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് ദിലീപിൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് ഫസ്റ്റ് ഹാഫിലെന്നാണ് പറയുന്നത്. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളൊരു ദിലീപേട്ടൻ്റെ ഒരു കംബാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് ശരിക്കും പുള്ളി പൂന്ത് വിളയാടിയിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ റെഫറൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് കിട്ടലിനായിട്ട് തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതേപോലെ തന്നെയാണ് ഇൻട്രോവൽ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ കിട്ടില്ല സാധനമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഒരു ഹെവി ദിലീപ് ഷോ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ കാണാൻ വരുന്നത്. പിന്നെ നമ്മുടെ ദേവ്ജി വിനീത് ശ്രീനിവാസനും ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിക്ക് തന്നെ നമ്മളെ ജനങ്ങളെ ആണെങ്കിൽ കയ്യിലെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഉള്ളൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുവാണെങ്കിൽ, സെക്കൻഡ് ഹാഫിലാണെങ്കിൽ നമ്മുടെ ദിലീപൻ്റെ കൂടെ ലാലേട്ടനെ അങ്ങ് പൂന്ത് വിളയാടിയിട്ടുണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ ലാലേട്ടനെ ഫാൻസുകാർക്ക് തിയേറ്ററിൽ ഒരു വലിയൊരു ട്രീറ്റ് ആയിരിക്കും. പുള്ളിക്കാരൻ്റെ പോർഷൻസ് നിന്നാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നതിൽ ഈ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ഒരു ചെറിയ സ്പൂഫ് പോലെയും കാര്യങ്ങളും എല്ലാം കൂട്ടി കലർത്തിയെടുത്ത ഒരു പടമാണ് ഈ ഒരു സിനിമയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതേപോലെ തന്നെ ആണെങ്കിൽ ഇതിന് മുമ്പത്തെ സിനിമകളുടെ റെഫറൻസും കാര്യങ്ങളും ഒക്കെ കുറേ ഈ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഈ പടത്തിലുണ്ടെന്ന് ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ദിലീപേട്ടൻ്റെ കരിയറിലാണെങ്കിൽ ദിലീപേട്ടൻ്റെ ഒരു മികച്ച ഒരു കംബാക്ക് തന്നെയാണ് ദിലീപേട്ടൻ കൊടുത്തിരിക്കുന്നത്. രാമലീല ടൈമിൽ എങ്ങനെയാണ് കൊടുത്തത് അതേപോലെ തന്നെ വേറൊരു തരത്തിലുള്ളൊരു സാധനമാണ് പുള്ളി ഇപ്പം കൊടുത്തിരിക്കുന്നത്. പിന്നെ ലാലേട്ടൻ്റെ കാര്യം വന്നാൽ, പുള്ളിക്കാരൻ ഏതൊരു സിനിമയിലും ക്യാമിയോ റോൾ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ പടം തൂക്കും. അപ്പം ഇവിടെയും ആ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളതും ആൾക്കാർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ലാലേട്ടനെയും ദിലീപേട്ടനെയും അഴിഞ്ഞാട്ടം തന്നെ ഈ ഒരു പടം തൂക്കിയതാണ് അവർ പറയുന്നത്. പിന്നെ ഈ ഒരു സിനിമയിലെ സോങ്സ് ആദ്യം ഭയങ്കര നെഗറ്റീവായിട്ട് വന്നിരുന്നു. പക്ഷേ ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇവർ ഡാൻസ് കളിക്കുന്ന ആ ഒരു സോങ്ങിൽ കിട്ടുന്നതെന്നാണ് ഇപ്പം കൂടുതൽ ആൾക്കാരും പറയുന്നത്. നിങ്ങൾ തിയേറ്ററിൽ ഈ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സോങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. 2 പേരുടെ തിയേറ്റർ കത്തിച്ച് വിട്ടിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഷോ 6 മണിക്കാണ്. ഞാനപ്പോൾ കണ്ടിട്ട് എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര രോമാഞ്ചമായിട്ട് ഇരിക്കാൻ വയ്യ എനിക്ക്. എന്തായാലും പടം ഞാൻ പോയി കണ്ടിട്ട് ഉറപ്പായിട്ടും എനിക്കും ഈ ഒരു സിനിമ സാറ്റിസ്ഫൈ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നല്ലൊരു സിനിമ തന്നെ ദിലീപേട്ടൻ തിരിച്ചു വന്നു എന്നുള്ളൊരു രീതിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം വീണ്ടും സന്ധിക്കുന്നവരേക്കും വണക്കം.